In this video, I am going to discuss about the Prim's algorithm. Actually, Prim's algorithm is known as a generic MST algorithm. MST means minimum spanning tree algorithm. Also, this is a greedy strategy that finds out minimum spanning tree for a weighted undirected graph. എന്ന് പറഞ്ഞാൽ നമ്മൾ Prim's algorithmത്തിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഒരു വെയ്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ഔട്ട്പുട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് മിനിമം സ്പാനിങ് ട്രീ ഓഫ് എ ഗ്രാഫ്. ഓക്കെ, this means it finds a subset of the edges that forms a tree that includes every vertex where the total weight of all the edges in the tree is minimized. നമ്മൾ മിനിമം സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലെന്ന് പറഞ്ഞാൽ ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സും ഉണ്ടായിരിക്കണം. പിന്നെന്താണ് വേണ്ടത്? എഡ്ജസ് എന്ന് പറഞ്ഞാൽ മിനിമം വെയിറ്റ് ഉള്ള എഡ്ജസിനെ യൂസ് ചെയ്തിട്ടാണ് സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പാനിങ് ട്രീ ഒരു വെയ്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫിൽ നിന്നും കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി അൽഗോരിതമാണ് Prim's algorithm. ഓക്കെ, അപ്പോൾ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദി Prim's algorithm. ഓക്കെ, സോ ഇതിലൊരു 11 സ്റ്റെപ്പ് അൽഗോരിതം ആണ്. ഈ അൽഗോരിതത്തിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് MST Prim's GWR. MST ഫോർ മിനിമം സ്പാനിങ് ട്രീ. Prim's റെപ്രസെന്റ് Prim's algorithm. ഇനി ഇവിടെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? GWR. G മീൻസ് ഗ്രാഫ്, W ഇൻഡിക്കേറ്റ് ഇറ്റ് ഈസ് എ വെയ്റ്റഡ് ഗ്രാഫ്. ആ വെയ്റ്റഡ് ഗ്രാഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സിനെ റൂട്ട് വെർട്ടെക്സ് ആയിട്ട് സെറ്റ് ചെയ്യണം. അതും ഒരു പാരാമീറ്റർ ആണ്. R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൂട്ട് വെർട്ടെക്സ്. ഓക്കെ, ഇനി ഈ അൽഗോരിതത്തിലെ ലൈൻ നമ്പർ 1 to 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനിഷ്യലൈസേഷൻ ആണ്. ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്സ്. അപ്പോൾ ഇതിലെന്താണ് ചെയ്യുന്നത്? ഫോർ ഈച്ച് വെർട്ടെക്സ് u എലമെന്റ് ഓഫ് p of g ഡു key of u equal to infinity, pi of u equal to nil, key of r equal to 0, q equal to v of g. ഇത് ഇത്രയുമാണ് ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്സ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ട് ആയിട്ടുള്ള വെയ്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫിലെ ഓരോ വെർട്ടെക്സിനെയും കൺസിഡർ ചെയ്യുക. u ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെർട്ടെക്സ് ആണ്. v of g എന്ന് പറയുന്നത് ഗ്രാഫിലെ വെർട്ടെക്സിന്റെ സെറ്റ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഗ്രാഫിലെ ഓരോ വെർട്ടെക്സിനെയും എടുത്ത് അത് ആ ഗ്രാഫിലുള്ളതാണോ, ആ എലമെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെന്നുണ്ടെങ്കിൽ ആ വെർട്ടെക്സിന്റെ കീ വാല്യൂ, ദാറ്റ് ഈസ് കീ ഓഫ് യു എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് പൈ ഓഫ് യു. പൈ ഓഫ് യു എന്ന് പറഞ്ഞാൽ പേരന്റ് അല്ലെങ്കിൽ പ്രീഡെസസർ നോഡ് എന്ന് പറയുന്നത് നില്ലായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഗിവൺ ഗ്രാഫിൽ ഒരു വെർട്ടെക്സിനെ ആർബിട്രറി ചൂസൺ വെർട്ടെക്സ് ഉണ്ട്, ദാറ്റ് ഈസ് എ റൂട്ട് വെർട്ടെക്സ്. അതിന്റെ കീ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു പ്രയോറിറ്റി ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Prim's algorithm ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു പ്രയോറിറ്റി ക്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യണം? ആ ക്യൂയിലേക്ക് ഗ്രാഫിന്റെ എല്ലാ വേർട്ടെക്സിനെയും എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്സിൽ എന്താണ് ചെയ്യുന്നത്? റൂട്ട് വേർട്ടെക്സിന്റെ കീ വാല്യൂ 0 ആക്കുക. ബാക്കി എല്ലാ വേർട്ടെക്സിന്റെയും കീ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുക. പേരന്റ് അല്ലെങ്കിൽ പ്രീഡെസസർ നോഡ് ഓഫ് ഈച്ച് വെർട്ടെക്സ് സെറ്റ് as nil. Then we have to maintain a minimum priority queue and initialize that priority queue to contain all the vertices. Okay, ഇത്രയാണ് സ്റ്റെപ്സ്. ഇനി 6 തുടങ്ങിയുള്ള സ്റ്റെപ്സിലാണ് നമ്മുടെ അൽഗോരിതത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് Prim's algorithm എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് കോർ പാർട്ട് വരുന്നത്. ഇവിടെ while q not equal to null set, q null set അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? do u equal to extract min of q. ഇതിലിപ്പം extract min എന്ന് പറയുന്നത് എന്താണ്? മിനിമം കീ വാല്യൂ ഉള്ള വെർട്ടെക്സിനെ ക്യൂയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ക്യൂയിൽ ഇനി ആ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന വെർട്ടെക്സിനി ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ആ വെർട്ടെക്സ് ഏതാണോ അതിന്റെ അഡ്ജസന്റ് വേർട്ടിസസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, അതാണ് 8th സ്റ്റെപ്പ്. ഫോർ ഈച്ച് വി എലമെന്റ് ഓഫ് അഡ്ജസന്റ് ഓഫ് യു. അഡ്ജസന്റ് ഓഫ് യു എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം വാല്യൂ ഉള്ള വെർട്ടെക്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള ഓരോ വേർട്ടെക്സിനെയും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഡു ഇഫ് വി എലമെന്റ് ഓഫ് ക്യൂ. ആദ്യം ചെയ്യേണ്ടത് ആ എക്സ്ട്രാക്ട് ചെയ്ത വെർട്ടെക്സ് എക്സ്ട്രാക്ട് ചെയ്തതിന്റെ അഡ്ജസന്റ് വേർട്ടിസസ് ഏതൊക്കെയാണോ അത് ക്യൂയിലെ എലമെന്റ് ആണോ എന്ന് നോക്കുക. ആൻഡ് w of u v ലെസ് ദാൻ key of v. അതായത്
നമ്മൾ യു എന്ന് പറഞ്ഞ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത വെർട്ടെക്സും അതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സും തമ്മിലുള്ള എഡ്ജ് വെയിറ്റ് നോക്കുക. ആ എഡ്ജ് വെയിറ്റ് ലെസ് ദാൻ കീ ഓഫ് ഇ, ലെസ് ദാൻ ഡെസ്റ്റിനേഷൻ വെർട്ടെക്സ് അല്ലെങ്കിൽ അഡ്ജസന്റ് വെർട്ടെക്സ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കീ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യണം. അതായത് വിയുടെ കീ വാല്യൂ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് എഡ്ജ് ആക്കി മാറ്റണം. പേരന്റ് ഓഫ് വി എന്ന് പറയുന്നത് യു ആക്കി മാറ്റണം. ഓക്കെ, ഇതാണ് പ്രിംസ് അൽഗോരിതത്തിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പ്രിംസ് അൽഗോരിതത്തിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്? ഫസ്റ്റ് എന്ന് പറയുന്നത് 1 to 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്സ് ആണ്. അതിൽ ചെയ്യുന്നത് എല്ലാ വേർട്ടെക്സിന്റെയും കീ വാല്യൂ ഇൻഫിനിറ്റി ആക്കുക എക്സെപ്റ്റ് ദി റൂട്ട് വേർട്ടെക്സ്. ഒരു മിനിമം പ്രയോറിറ്റി ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുക that contains all the vertices of the graph. പിന്നീട് നോക്കേണ്ടത് എന്താണ്? ക്യൂവിലെ മിനിമം കീ വാല്യൂ വരുന്ന ഓരോ വേർട്ടെക്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ അഡ്ജസന്റ് വേർട്ടിസസ് ഏതൊക്കെയാണോ അതിനെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് എന്ത് നോക്കണം? ആ അഡ്ജസന്റ് വേർട്ടിസസ് ക്യൂവിലെ എലമെന്റ് ആണോ എന്ന് നോക്കണം. പിന്നീട് നോക്കുന്നത് എഡ്ജ് വെയിറ്റും കീ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക. ഏതാണോ മിനിമം വാല്യൂ വരുന്നത് അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക. അതാണ് പ്രിംസ് അൽഗോരിതം. ഓക്കെ, അപ്പം നമുക്കിനി ഇതിന്റെ എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇതിപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ അറിയാം. ദിസ് ഇസ് എ വെയ്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ്. അതായത് ഇതിൽ ഡയറക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ദിസ് ഇസ് ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഇനി ഓരോ എഡ്ജിന്റെ മുകളിൽ ഇവിടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എ വെയ്റ്റഡ് ഗ്രാഫ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫൈൻഡ് ഔട്ട് മിനിമം സ്പാനിങ് ട്രീ യൂസിങ് പ്രിംസ് അൽഗോരിതം. ഓക്കെ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രാഫിനെ ഒന്നുകൂടെ വരയ്ക്കുവാണ്. ഇതിൽ നമ്മൾ ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്സ് ചെയ്യുവാണ്. ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വെർട്ടെക്സ് ഏതാണോ, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് വെയ്റ്റഡ് ഗ്രാഫ് ആണ്. റൂട്ട് വെർട്ടെക്സിനെ നമ്മൾ ആർബിട്രറിലി ചൂസ് ചെയ്യാം നമുക്ക്. അതായത് ഇവിടെ എ തുടങ്ങി ഐ വരെയുള്ള വെർട്ടിസസ് ഉണ്ട്. ഇതിൽ ഞാൻ എ ആണ് ഇപ്പോൾ റൂട്ട് വെർട്ടെക്സ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. സോ അതിന്റെ കീ വാല്യൂ 0. ബാക്കി എല്ലാത്തിൻ്റെയും കീ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി. ഓക്കെ, ബാക്കി എല്ലാത്തിൻ്റെയും കീ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു. റൂട്ട് വെർട്ടെക്സിന്റെ കീ വാല്യൂ ഇവിടെ റൂട്ട് വെർട്ടെക്സ് ആയിട്ട് എടുത്തേക്കുന്നത് എ ആണ്. എയുടെ കീ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസേഷനിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. എന്താണ്? പ്രീഡെസസർ അല്ലെങ്കിൽ പേരന്റ് നോഡ് നില്ലായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. അത് നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആസ് പാർട്ട് ഓഫ് അൽഗോരിതം അതെന്താണ്? ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? നമുക്കൊരു മിനിമം പ്രയോറിറ്റി ക്യൂ നെയിംഡ് ആസ് ക്യൂ. അതിലെന്ത് ചെയ്യണം? ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിനെയും ആഡ് ചെയ്യണം. അതായത് ഞാനിവിടെ ക്യൂ എന്ന് എഴുതി ഇതിലേക്ക് എന്ത് കൊടുത്തു? എ ടു ഐ വരെയുള്ള എല്ലാ വേർട്ടിസസിനെയും ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇനി റിമൈനിങ് സ്റ്റെപ്സ് എന്താണ്? കീ വാല്യൂവിന്റെ അപ്ഡേഷൻ സ്റ്റെപ്പാണ്. ഞാനിതൊരു ടേബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുവാണ്. ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ ക്യൂ റെപ്രസെന്റ് ചെയ്യുന്നു. അതിലേക്ക് നമ്മുടെ വേർട്ടിസസിനെ കൊടുക്കുവാണ്. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. ഇതാണ് നമ്മുടെ വേർട്ടിസസ്. ഓക്കെ, ഇനി ഇതിൽ എന്താണ് അൽഗോരിതത്തിൽ 6th സ്റ്റെപ്പ് ചോദിച്ചേക്കുന്നത്? വൈൽ ക്യൂ നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. ക്യൂ നൾ സെറ്റ് അല്ലല്ലോ. അതായത് ക്യൂവിൽ വേർട്ടിസസ് ഉണ്ട് ഇപ്പോൾ. അപ്പം എന്ത് ചെയ്യണം? ഡു യു ഈക്വൽ ടു എക്സ്ട്രാക്ട് മിൻ ഓഫ് ക്യൂ. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത വാല്യൂ എന്താണോ അത് ഇവിടെ എഴുതണം. അതായത് ഇവിടെ റൂട്ട് വേർട്ടെക്സിന്റെ വാല്യൂ 0യും ബാക്കി എല്ലാത്തിൻ്റെയും കീ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പം ഞാനത് ഇവിടെ ഫില്ല് ചെയ്യുവാണ്. റൂട്ട് വേർട്ടെക്സ് എന്ന് പറയുന്നത് എ ആണ്. സോ എയുടെ വാല്യൂ എത്രയാണ്? 0. ഇനി ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ എത്രയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്? ഇൻഫിനിറ്റി ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി, ഇത് ഇൻഫിനിറ്റി, ഈ ഇൻഫിനിറ്റി, എഫ്, ജി, എച്ച്, ഐ. ഓക്കെ, ഇതെല്ലാം ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? യു ഈക്വൽ ടു എക്സ്ട്രാക്ട് മിൻ ഓഫ് ക്യൂ ആണല്ലോ. യു ഈക്വൽ ടു എക്സ്ട്രാക്ട് മിൻ ഓഫ് ക്യൂ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നോക്ക് എല്ലാത്തിൻ്റെയും കീ വാല്യൂ ഇൻഫിനിറ്റി ആണ് എക്സെപ്റ്റ് റൂട്ട് വേർട്ടെക്സ് ദാറ്റ് ഈസ് എ. എയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പം നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഏതിനെയാണ്? യു എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. ഓക്കെ, അപ്പം എ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എയുടെ അഡ്ജസന്റ് വേർട്ടെക്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. അതിൻ്റെ കീ വാല്യൂവിനെ
പിന്നെ എന്തിനെയാണ് കമ്പയർ ചെയ്യേണ്ടത്? വെയിറ്റ് ഓഫ് ദി എഡ്ജും കൂടെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എയുടെ അഡ്ജസൻറ്റ് വേർട്ടെക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എയുടെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ബിയും എച്ചും ഉണ്ട്. ഫസ്റ്റ് ബിയെ നോക്കുന്നു. ബിയുടെ കീ വാല്യൂ ഇപ്പം എത്രയാണ്? ഇവിടെ ഇൻഫിനിറ്റി ആണ് ബിയുടെ കീ വാല്യൂ. എയും ബിയും തമ്മിലുള്ള എഡ്ജ് വെയിറ്റ് എത്രയാണ്? എയും ബിയുടെയും എഡ്ജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4നെയും ഇൻഫിനിറ്റിയെയും കമ്പയർ ചെയ്യുക. 4നെയും ഇൻഫിനിറ്റിയെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏതാണ് മിനിമം വാല്യൂ വരുന്നത്? 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബിക്ക് 4 എന്ന് റീപ്ലേസ് ചെയ്യുക. എ എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്തതാണ്, അതിൻ്റെ വാല്യൂ റിമൈൻസ് ചെയ്യും. ഇനി അടുത്ത അഡ്ജസൻ്റ് ഏതാണ്? അടുത്ത അഡ്ജസൻ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. എച്ചിൻ്റെ അതുപോലെ കീ വാല്യൂ എത്രയാണ്? എച്ചിൻ്റെ കീ വാല്യൂ ഇൻഫിനിറ്റി ആണ്. എഡ്ജ് വെയിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പം മിനിമം വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്തു. റിമൈനിങ് വെർട്ടെക്സ് എന്താണ്? റിമൈൻ സെയിം. ഓക്കെ, ഓക്കെ. ഇനി അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? അഗെയിൻ നമുക്ക് എക്സ്ട്രാക്ട് മിൻ ഓഫ് ക്യൂ കോൾ ചെയ്യണം. എക്സ്ട്രാക്ട് മിൻ ഓഫ് ക്യൂ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഏതാണ് വരുന്നത്? ബി ആണ് മിനിമം വാല്യൂ വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ നമുക്ക് എഴുതാം? യു ഈക്വൽ ടു ബി എന്നെടുത്തു. അപ്പോൾ ഇവിടെ എ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്തതാണ്, സോ വാല്യൂ റിമൈൻസ് സെയിം. ബിയെയും ഇപ്പം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു, സോ ഇറ്റ്സ് വാല്യൂ റിമൈൻസ് സെയിം. ഇനി എന്ത് ചെയ്യണം? ബിയുടെ അഡ്ജസൻറ്റ് വെർട്ടെക്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. ബിയുടെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് സി ഉണ്ട്, എച്ച് ഉണ്ട്. അപ്പം നമുക്ക് സി ആദ്യം നോക്കാം. ബി സി എന്ന് പറയുന്ന വെയിറ്റ് 8 ആണ്. സിയുടെ കീ വാല്യൂ എത്രയാണ്? ഇവിടെ ഇൻഫിനിറ്റി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 8 കൊണ്ട് ഇവിടെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ബിയുടെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ബി എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 11. അപ്പം നമുക്ക് ഇവിടെ എത്രയാണെന്ന് നോക്കാം. എച്ചിന് ഇവിടെ 8 ആണ്. 8നേക്കാളും ഗ്രേറ്റർ വാല്യൂ ആണ് 11. അതുകൊണ്ട് നമ്മൾ 8 തന്നെ എഴുതുക. 11 കൊണ്ട് റീപ്ലേസ് ചെയ്യണ്ട. മിനിമം വാല്യൂ വരുന്ന ഏതാണോ അതുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അതർവൈസ് ഇറ്റ് റിമൈൻസ് ദി സെയിം വാല്യൂ. ഓക്കെ, ഇനി ബിക്ക് വേറെ ഏത് അഡ്ജസൻ്റ് ആണുള്ളത്? ബിക്ക് വേറെയുള്ള അഡ്ജസൻറ്റ് എ ആണ്. പക്ഷേ എ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്തതുകൊണ്ട് എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. അപ്പം ബാക്കിയുള്ളത് എന്താണ്? റിമൈൻസ് സെയിം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് അഗെയിൻ എക്സ്ട്രാക്ട് മിൻ ഓഫ് ക്യൂ കോൾ ചെയ്യണം. എക്സ്ട്രാക്ട് മിൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എയും ബിയും ഇല്ല. അപ്പം സി തുടങ്ങി ഐ വരെയുള്ളതിൽ സിക്കും 8 ആണ്, എച്ചിനും 8 ആണ്. നമുക്ക് ഏത് നോഡിനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് എച്ചിനെയാണ്. ഓക്കെ, നിങ്ങൾ സിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഷേപ്പ് ചേഞ്ച് ചെയ്യുമെന്നേ ഉള്ളൂ, കറക്റ്റ് സ്പാനിങ് ട്രീ കിട്ടാം. ഓക്കെ, ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് എച്ചിനെയാണ്. എച്ചിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ എക്സ്ട്രാക്റ്റഡ് ആണ്, സോ ഇറ്റ്സ് വാല്യൂ റിമൈൻസ് സെയിം. ബി ഈസ് ഓൾസോ എക്സ്ട്രാക്റ്റഡ്, ഇറ്റ്സ് വാല്യൂ റിമൈൻസ് സെയിം. എച്ച് ഓൾസോ എക്സ്ട്രാക്റ്റഡ്. ഓക്കെ, ദെൻ എച്ചിൻ്റെ നെയ്ബറിംഗ് വേർട്ടിസസ്, അഡ്ജസൻറ്റ് വേർട്ടിസസ് ഏതൊക്കെയാണ്? എച്ചിൻ്റെത് എ ഉണ്ട്. എ ഓൾറെഡി എക്സ്ട്രാക്റ്റഡ് ആണ്, സോ നോ യൂസ്. അടുത്തത് ഏതാണുള്ളത്? ബി. ബിയും ഓൾറെഡി എക്സ്ട്രാക്റ്റഡ് ആണ്, സോ നോ യൂസ്. പിന്നെ ഏതൊക്കെയാണുള്ളത്? എച്ച് ഐയും എച്ച് ജിയും. അപ്പം നമുക്ക് ആദ്യം എച്ച് ഐ നോക്കാം. എച്ച് ഐ ഇവിടെ എച്ച് ഐയുടെ വാല്യൂ എത്രയാണ്? 7. എച്ച് ഐ ഈസ് ഇൻഫിനിറ്റി, സോ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ആസ് 7. ഓക്കെ, നെക്സ്റ്റ് ഏതാണുള്ളത്? എച്ച് ജി ഈസ് 1. ജി ഈസ് ഇൻഫിനിറ്റി, റീപ്ലേസ്ഡ് ആസ് 1. ഓക്കെ, ബാക്കി എന്താണ്? ബാക്കിയെല്ലാം റിമൈൻസ് സെയിം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഏതിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? മിനിമം വാല്യൂ ഉള്ളത് ഏതാണോ അതിനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ എത്രയാണ്? ജി. അതിനെ എന്ത് ചെയ്തു? ജിയെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുവാണ്. സോ യു ഈക്വൽ ടു ജി. ജി ആകുമ്പോഴത്തേക്കും ഇവിടെ എയുടേത് 0 ആണ്, ബി 4 ആണ്,
h എത്രയാണ്? h is 8 and g is 1. ഇനി ജിയുടെ അഡ്ജസൻറ്റ് ഏതൊക്കെയാണ്? ജിയുടെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് എഫ് ഉണ്ട്. എഫിൻ്റെ എത്രയാണ്? 2. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ 2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ജിയുടെ എഫ്. പിന്നെ അടുത്തത് ഏതാണ്? ജി ഐ ഉണ്ട്. ജി ഐ ഈസ് 6. ജി ഐ ഇവിടെ എത്രയാണ്? 7 ആണ്. അപ്പോൾ 6 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് ഏതാണ്? ജിയുടേത് ജി എച്ച് ഉണ്ട്. എച്ച് ഇസ് ഓൾറെഡി എക്സ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അതിനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ളത് എന്താണ്? സെയിം വാല്യൂ. ഓക്കെ. അപ്പം നമ്മളിനി ഇതിലേതിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇതിൽ മിനിമം വാല്യൂ വരുന്നതിന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഏതിനെ എക്സ്ട്രാക്ട് ചെയ്യാം? ജി കഴിഞ്ഞിട്ട് അടുത്തത്. ജി കഴിഞ്ഞിട്ട് നമുക്കുള്ളത് എഫ് ആണ്. ഓക്കെ. അപ്പം ക്യൂ ഈക്വൽ ടു എഫ്. അപ്പോൾ ഇവിടെ ഏതിനെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്തതിനെ എല്ലാം വാല്യൂ ഫില്ല് ചെയ്യണം. ഇവിടെ 0, 4, പിന്നെ ഏതാണ്? എച്ചിന് എത്രയാണ്? 8, ജിക്ക് എത്രയാണ്? 1. ഇപ്പോൾ എടുത്തേക്കുന്ന ഏതാണ്? F2. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? എഫിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഏതൊക്കെയാണെന്ന് നോക്കണം. എഫിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഇ ഡി സി ജി. അപ്പോൾ നമുക്ക് ആദ്യം ഇയെ നോക്കാം. എഫ് ഇ ഈസ് 10. എഫ് ഇ എവിടെ? ഇ ഈസ് ഇൻഫിനിറ്റി. അപ്പം വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ആസ് 10. ഓക്കെ. എഫ് ഇ. നെക്സ്റ്റ് ഈസ് എഫ് ഡി. എഫ് ഡി ഈസ് 14. FD, D is infinity. Replace it as 14. Next, F into the FC. FC is 4. C is 8. Replace it as 4. Next, FG. FG. G is already extracted, so no change. Then I remain same, 6. Okay. Again, എന്താണ്? എക്സ്ട്രാക്ട് മിൻ ഓഫ് ക്യൂ. ഇതിൽ ഏതാണ് മിനിമം വാല്യൂ വരുന്നതെന്ന് നോക്കണം. ഓക്കെ. എഫ് വരെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. ഇനി അടുത്ത ഏതിനാണ് മിനിമം വാല്യൂ ഇവിടെ വരുന്നത്? 4 ആണുള്ളത്. സി ആണ്. ഓക്കെ. ഓക്കെ. അപ്പം അഗൈൻ യു ഈക്വൽ ടു ഏതാണ്? സി. എ ഈസ് 0, ബി ഈസ് 4, എച്ച് ഈസ് 1, എച്ച് ഈസ് 8, ജി ഈസ് 1, എഫ് ഈസ് 2, then C is 4. ഇനി സിയുടെ നെയ്ബറിംഗ് വേർട്ടിസസ്. സിയുടെ ഏതൊക്കെയാണ്? ഫസ്റ്റ് ബി. ബി ഈസ് ഓൾറെഡി എക്സ്ട്രാക്റ്റഡ്. സി ഐ. സി ഐ ഈസ് 2. സി ഐ ഈസ് 2. ഓക്കെ. then CF. CF is 4. F is already extracted. Then CD. CD is 7. Okay. Replace it as 7. Then no other vertices. So this value remains same. Okay. Again, we have to call extract min of Q. Then what is the minimum value of these vertices? Equal to C. Then U equal to this 2. This is the minimum value. So we can extract I. So U equal to I. Again, extracted vertices value A equal to 0. Next B equal to 4.
h equal to 8, h equal to 8, g equal to 1, f equal to 2, c 4, I 2. Okay. Then next, what are the adjacent vertices of I? Adjacent vertices of I are C, H, G. C already extracted, H is already extracted, G is already extracted. So D, E value remains same. D is 7, E is 10. Okay. Again, we have to call the extract min of Q. Then what is the minimum value here? This is 7 is minimum. D and E, so 7 is minimum. Okay. Then U equal to D. K is 0, B is 4, H 8, G 1, F 2, C 4, I 2, D 7. Then what are the adjacent vertices of D? C, F and E. When C and F are already extracted, then E. D, E is 9. D, E, we have to replace 10 by 9. Okay. Then what we have to extract finally is E. Okay. Then here U equal to E. No other vertices is there to extract. So what is its value? Remains same. Here 4, here 4, 7, 9, 2, 1, 8, 2. ഓക്കെ, ഇതാണ് നമുക്ക്, അതായത് ബൈ അൽഗോരിതം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഇത്രയാണ്. ഓക്കെ, ഇതിൽ ഞാൻ ഈ ഓരോ പ്രാവശ്യവും എക്സ്ട്രാക്ട് ചെയ്തതിൻ്റെ കീ വാല്യൂ വെച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത പ്രൊസീജിയർ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ക്യൂവിൽ വെർട്ടിസസ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം അൽഗോരിതത്തിൽ നിന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്പാനിങ് ട്രീയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രാഫിലെ എല്ലാ വെർട്ടിസസും സ്പാനിങ് ട്രീയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ആ നോട്ട്സിനെ എല്ലാം വരയ്ക്കുക. അതായത് എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, അതെല്ലാം പ്രോപ്പർ പൊസിഷനിൽ, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ തന്നെ ഈ നോട്ട്സിനെ എല്ലാം വരയ്ക്കുക. വരച്ചിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തത് എ ആണ്. ഓക്കെ, എ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഏതാണ് ഇവിടെ അടുത്തത് എടുത്തേക്കുന്നത്? ബി. ബി എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണ് എടുത്തേക്കുന്നത്? 4 അല്ലേ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിതിൽ നോക്കുക, ബിയിലേക്ക് 4 വരുന്ന എഡ്ജ് ഏതാണ്? ഇവിടെ എ ബി ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എ ബി എന്ന് പറയുന്നതിനെ ഫില്ല് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത്, നമ്മൾ അടുത്ത ഏതിനെയാണ്? എച്ചിനെയാണ് എക്സ്ട്രാക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ കീ വാല്യൂ ഇവിടെ എത്രയാണ്? 8 ആണ്. അപ്പം എച്ചിലേക്ക് 8 വരുന്നത് എവിടെ നിന്നാണെന്ന് നോക്കണം. അപ്പോൾ ഏതാണ്? എ എച്ച്. ഇതാണ് എഡ്ജ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? എ എച്ച് എന്ന് പറയുന്നത് വരച്ചു. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ജി. ജിയിലേക്ക് 1. ജിയിലേക്ക് 1, F2. അത് രണ്ടും നോക്കാം. ജിയിലേക്ക് 1 വരുന്നത് എച്ചിൽ നിന്നാണ്. എഫിലേക്ക് 2 വരുന്നത് ഏതാണ്? ജിയിൽ നിന്നും. അപ്പോൾ എച്ച് ജി എഫ്, എച്ച് ജിയും
ഇവിടെ ജി എഫും വരച്ചു, എച്ച് ജിയും വരച്ചു. ഇനി അടുത്തത് ഏതാണ്? എഫ് വരെയായി. ഇനി അടുത്ത ഏതാണ്? സിക്ക് 4, ഐക്ക് 2. സിയിലേക്ക് 4ഉം ഐയിലേക്ക് 2ഉം വരുന്ന എടുക്കണം. സിയിലേക്ക് 4 വരുന്ന ഏതാണ്? സിയിലേക്ക് 4 വരുന്നത് സി എഫ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? സി എഫ് വരച്ചു. അടുത്ത ഏതാണ് പറഞ്ഞത്? സി എഫ്. അത് സിയിലേക്ക് 4, എഫിലേക്ക് 2, എഫിലേക്ക് 2 വരുന്നത് അത് ഓൾറെഡി പറഞ്ഞു ജി എഫ് ആണെന്ന്. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് ഐയിലേക്ക് 2 വരുന്നത്. അതായത് ഐയിലേക്ക് 2 വരുന്നത് ഏതാണ്? I2 എന്ന് പറയുന്നത് ഏതാണ്? ഐ സി. ഇവിടെ ഐ സി വരച്ചു. നെക്സ്റ്റ് ഏതാണ്? ഐ കഴിഞ്ഞിട്ട് അടുത്തത് D7. ഏത് വരയ്ക്കണം? D7 എന്ന് പറയുന്നത് ഏതാണ്? സി ഡി. ഓക്കെ, ഇത് സി ഡി. നെക്സ്റ്റ് ഏതാണ്? അടുത്തത് ഇയിലേക്ക് 9. ഇയിലേക്ക് 9 വരുന്നത് ഏതാണ്? ഇയിലേക്ക് 9 വരുന്നത് DE എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്, സോറി എഡ്ജ് ആണ്. നമ്മൾ അത് വരച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിലെ എഡ്ജസും വെർട്ടിസസുമായി 4, 8, 1, 2, 2, 4, 7, 9 ഇതാണ് നമ്മുടെ സ്പാനിങ് ട്രീ. മിനിമം സ്പാനിങ് ട്രീ ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ എഡ്ജസിൻ്റെ എല്ലാ വെയിറ്റ് കൂടെ സം ചെയ്യുന്നതാണ് മിനിമം സ്പാനിങ് ട്രീയുടെ വെയിറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4, 8, 1, 2, 4, 2, 7, 9 സം ചെയ്യുമ്പോൾ എത്ര വരും? 37. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനിവിടെ സിക്കും 8 ഉണ്ടായിരുന്നു, എച്ചിനും 8 ഉണ്ടായിരുന്നു. ഞാൻ എച്ചിനെ എടുത്തപ്പോഴാണ് എനിക്കിതായി ഈ ട്രീ കിട്ടിയത്. ഓക്കെ, ഇതിൽ ശ്രദ്ധിച്ചോണം, ലൂപ്സോ സർക്യൂട്ട്സോ പാടില്ല. ലൂപ്സോ സർക്യൂട്ട്സോ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ സ്പാനിങ് ട്രീ. പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് 37 ആണ്. ഞാനിപ്പം എച്ചിനെ എടുക്കാതെ ഇവിടെ ബി ആണ് എടുത്തിരുന്നതെങ്കിൽ ചിലപ്പം എനിക്കിതിൻ്റെ ഷേപ്പ് കുറച്ച് മാറി കിട്ടിയേനെ. ഇതുപോലെ ഒരു ട്രീ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ട്രീ ഏത് ഷേപ്പിൽ കിട്ടിയാലും മിനിമം സ്പാനിങ് ട്രീയുടെ വെയിറ്റ്സ് റിമെയിൻ സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫ്രം അൽഗോരിതം.